അഴിച്ചുപണി അനിവാര്യമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്കൊക്കെ എത്തിയിട്ട് കുറേ കാലമായതാണ്. ദീപാദാസ് മുൻഷി ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷം ആദ്യം ജനുവരി മുതലേ ഇതൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് നേതാക്കളിൽ നിന്ന്. എന്നിട്ട് പാവം ദീപാദാസ് മുൻഷി ഒറ്റയ്ക്കൊറ്റയ്ക്കും കൂട്ടായും ഒക്കെ നേതാക്കളെ കണ്ട അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിച്ചു. അതിനുശേഷം KPCC അധ്യക്ഷൻ കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ഒന്നിച്ചിരുത്തി ഒരു വാർത്താസമ്മേളനം നടത്താനായിട്ടൊക്കെ അനൗൺസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കൊച്ചിക്ക് പോകണമെന്ന് പറഞ്ഞ് കെ സുധാകരൻ ആ യോഗത്തിന് എത്തിയില്ല. അങ്ങനെ ആ വാർത്താസമ്മേളനം മുടങ്ങുകയാണ്. അതോടുകൂടിയാണ് ഇരുവരും തമ്മിലുള്ള ഈ ഒരു റിഫ്റ്റ് അത്രത്തോളം നേതൃത്വത്തിന് മുന്നിലേക്ക് വരുന്നത്. അതായത് ദീപാദാസ് മുൻഷിക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അത് സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരിയിലാണ്. അതിനു മുൻപും നമ്മൾ മൈക്കിന് അടി, അങ്ങനെ പല വിഷയങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഇരുവർക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാവുക, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും പാർട്ടി അധ്യക്ഷനും തമ്മിൽ ഒരു ആശയ സമന്വയം ഉണ്ടാവുക, വിഷയങ്ങളിൽ പെട്ടെന്ന് രണ്ടുപേരും തമ്മിൽ കൂടിയാലോചനകൾ നടത്തി ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്തിക്കൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ലീഡർഷിപ്പ് ലയബിലിറ്റിയാണ് കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് UDFനെയും ബാധിക്കുന്നുണ്ട്. ലീഡർഷിപ്പ് ലയബിലിറ്റി ഇൻ കോൺഗ്രസ് അത് മറ്റൊരു തരത്തിൽ ഘടകകക്ഷികളിലേക്കും പാസ് ചെയ്യുകയാണ്. ആ അതൃപ്തി ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഹൈക്കമാൻഡ് മുന്നിലേക്ക് പോയി പറയണമെന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് മുന്നിലെത്തിയിരിക്കുന്ന റെപ്രസെൻറ്റേഷൻസ് നോക്കൂ. പാർട്ടിയിൽ നിന്ന് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുതലുള്ള നേതാക്കൾ പറയുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, ഈ എൻറ്റയർ ആ ഒരു UDF എന്ന ഒരു മുന്നണിക്ക് തന്നെ അതൊരു ലയബിലിറ്റിയായി മാറുകയാണ് ആ ലീഡർഷിപ്പിൻ്റെ വാക്കും എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും തുടരാൻ പറ്റുമോ എന്നതാണ് കെ സുധാകരൻ നോക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡീസൻ്റ് ആയിട്ടുള്ളൊരു എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം സ്വയം തീരുമാനിച്ച് ഇറങ്ങാമെന്ന് സമ്മതിച്ചാലും, അതല്ല അദ്ദേഹത്തോട് നിങ്ങൾ മാറൂ എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞ് സമ്മതിപ്പിച്ചാലും, അങ്ങനെ മനസ്സോടെ അദ്ദേഹം ഇറങ്ങിയാലും, എങ്ങനെ പോയി കഴിഞ്ഞാലും അതൊരു ഡീസൻ്റ് എക്സിറ്റ് ആവില്ല. കാരണം രണ്ടാം വട്ടവും തോറ്റ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷനാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു നാണക്കേട് തന്നെയാണ്. എക്സ്ക്യൂസ് മീ. ഇവിടെയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനായിട്ടുള്ള നീക്കം നടക്കുന്നത്. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അടുത്ത ആഴ്ചയോ മറ്റോ ഒക്കെ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു രീതിയിലാണ് ജില്ലാ കളക്ടർ, മലപ്പുറം കളക്ടർ അടക്കം നടത്തിയ പ്രതികരണങ്ങൾ. പക്ഷേ യുദ്ധ സാഹചര്യം നിൽക്കുന്നത് കൊണ്ട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ? രാജ്യത്തിന്റെ മറ്റിടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഒരു യുദ്ധ സാഹചര്യം നിൽക്കുന്നത് കൊണ്ട് പഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ അതെ, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ട്. പക്ഷേ തിടുക്കത്തിൽ അടുത്തയാഴ്ചയോ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെയായി ഈ പ്രഖ്യാപനം നടത്താമെന്ന് കരുതിയാണ് കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം UDFന് പ്രധാനപ്പെട്ട ഏകോപന സമിതി യോഗം നടക്കുമ്പോഴാണ് ആ യോഗത്തിൽ പങ്കെടുക്കാതെ കെ സുധാകരൻ ദില്ലിക്ക് വണ്ടി കയറുന്നത്. അവിടെ ചെന്ന് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയും ആ യോഗത്തിന് എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ആ യോഗത്തിൽ വെച്ച് പരമാവധി കെ സുധാകരനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി മല്ലികാർജ്ജുൻ ഖർഗെ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു കൺവിൻസിംഗ് സ്റ്റാറായി പ്രവർത്തിക്കുകയായിരുന്നു ആ 40 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയധികം പറഞ്ഞു നോക്കി. പക്ഷേ സുധാകരനെ വളരെ സോഫ്റ്റായി ഡീൽ ചെയ്യാനാണ് മല്ലികാർജ്ജുൻ ഖർഗെയെ തന്നെ ചുമതലപ്പെടുത്തിയത്. കാരണം KC വേണുഗോപാൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈഗോ ഹർത്താവണ്ട എന്ന് കരുതി മല്ലികാർജ്ജുൻ ഖർഗെ എന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ ഇക്കാര്യം അവതരിപ്പിക്കുന്നു. ദീപാദാസ് മുൻഷിയൊന്നും ആ യോഗത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം ദീപാദാസ് മുൻഷി പറഞ്ഞിട്ട് അത്, അല്ലെങ്കിൽ ദീപാദാസ് മുൻഷിയുടെ ഒരു റെക്കമെൻഡേഷൻ ആണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് അലോഹ്യം തോന്നണ്ട എന്ന് വെച്ച് ഖർഗെ തന്നെ വളരെ മാന്യമായ രീതിയിൽ ഇത് പൊതിഞ്ഞൊക്കെ പറഞ്ഞു. പക്ഷേ പുറത്തിറങ്ങുന്ന സുധാകരൻ അത്ര വലിയ അലോഹ്യമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലൊരു മുറിവ് തട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തവുമാണ്. ഇവിടെയാണ് നമ്മൾ ഈ സുധാകരേട്ടൻ ഗ്യാങ്ങിനെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടത്. കണ്ണൂരിൽ കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KS ബ്രിഗേഡ് തന്നെയുണ്ട്. പിണറായി വിജയൻ എത്രത്തോളം കണ്ണൂരിൽ ശക്തനാണോ അത്രത്തോളം ശക്തി കണ്ണൂരിൽ കെ സുധാകരനുണ്ട്. അതുകൊണ്ടാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടി കെ സുധാകരനെ കൊണ്ടുവന്നത്. അപ്പോൾ എതിരാളിക്കൊത്ത പോരാളി എന്ന നിലയിലൊക്കെ അവതരിപ്പിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് അതൊരു നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി എന്നത് നമ്മൾ കണ്ടതാണ്. ഇനിയൊരു അംഗത്തിന് കെ സുധാകരന് ബാല്യമില്ല എന്ന് കരുതുന്നവർ പാർട്ടിക്കുള്ളിൽ തന്നെ 80% ആയി നിൽക്കുകയാണ്. അപ്പോഴാണ് കയ്യിലുള്ള 20% KS ബ്രിഗേഡിനെയും കൊണ്ട് സുധാകരൻ ഒരു പടയ്ക്ക് കൂടി തനിക്ക് പറ്റുമോ എന്നത് ഒന്ന് കളിച്ചു നോക്കുന്നത്. അതിന്റെ ഭാഗമാണ് കെ മുരളീധരന്റെ പ്രതികരണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കെ മുരളീധരൻ പറഞ്ഞ സെന്റൻസ് എന്താണ്? ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർ തിരിച്ചറിയുന്ന ആളാകണം KPCC പ്രസിഡന്റ്. ആന്റോ ആന്റണിയെ തന്നെയാണ് അത് ഇൻഡയറക്ട്ലി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ആന്റോ ആന്റണി അത്രത്തോളം സജീവമല്ല. MP ആണെങ്കിലും പത്തനംതിട്ടയ്ക്ക് പുറത്തേക്ക് ആന്റോ ആന്റണിക്ക് എത്രത്തോളം വലിപ്പമുണ്ട് എന്നത് കോൺഗ്രസുകാർ ചിന്തിക്കുമ്പോൾ അത്രയ്ക്ക് വലിപ്പമില്ല. കെ സുധാകരൻ ഒരു പാൻ കേരള നേതാവാണ്. കണ്ണൂരിൽ നിന്ന് വരുന്ന നേതാവാണെങ്കിൽ, കണ്ണൂരിൽ നിന്നുള്ള MP ആണെങ്കിലും ആന്റോ ആന്റണിയെയും കെ സുധാകരനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തന്നെ അടിക്ക്
തിരിച്ചടി എന്ന രീതിയിൽ വളർന്നു വന്ന ആളാണ് കെ സുധാകരൻ. ആന്റോ ആന്റണിയുടെ വ്യക്തിപരമായ മെറിറ്റിനെ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ ആന്റോ ആന്റണി കെ സുധാകരനെ പോലെ ഒരു ഇമേജ് ആന്റോ ആന്റണിക്ക് ഇല്ല കേരളത്തിൽ എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഏത് പ്രായക്കാർക്കിടയിലും കെ സുധാകരനെ കണ്ടാൽ തിരിച്ചറിയും. അതെ അതെ, കെ സുധാകരൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ എങ്ങനെയാണോ ഇറങ്ങി നിൽക്കുന്നത് ഒപ്പമായി ഇപ്പുറത്ത് അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് വേഴ്സസ് ആയിട്ട് ഇപ്പുറത്ത് നമുക്ക് കെ സി വേണുഗോപാലിനെയോ മല്ലികാർജ്ജുൻ ഖർഗെയോ സങ്കല്പിക്കാൻ കഴിയുമോ? രാഹുൽ ഗാന്ധിയെ തന്നെയാണ് അവിടെ പ്രൊജക്ട് ചെയ്യുന്നത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആണെങ്കിലും മോദി വേഴ്സസ് രാഹുൽ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി വരുന്നതും രാഹുൽ ഗാന്ധിയാണ്, അല്ലാതെ മറ്റാരുമല്ല. അപ്പോൾ അങ്ങനെ എതിരാളിക്കൊത്ത ഒരു ഒപ്പോണന്റ് ഇപ്പുറത്ത് വേണം എന്നുള്ളത് മുന്നണി രാഷ്ട്രീയത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ്. അവിടെ എത്രത്തോളം ആന്റോ ആന്റണി ഫിറ്റ് ആകും, അല്ലെങ്കിൽ ആന്റോ ആന്റണി പ്ലസ് വി ഡി സതീശൻ എന്ന് പറയുന്നതിന്റെ ഒരു കാരിസ്മ എത്രത്തോളമാണ് അപ്പുറത്ത് നിൽക്കുന്ന പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഡിയോയ്ക്ക് നേരെ ഉണ്ടാവുക എന്നതും കേരള രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വർഷമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവുമായി ഒരു ടീമായി പോകാൻ ആന്റോ ആന്റണിക്ക് കഴിയും എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ. വി ഡി സതീശൻ നയിക്കും, ആന്റോ ആന്റണി അതിന്റെ കൂടെ അങ്ങ് ഒന്ന് സൈഡ് ചേർന്ന് പോയാൽ മതി. ആന്റോ ആന്റണി വലിയ ക്ലെയിംസ് ഒന്നും വെക്കുന്ന ഒരു നേതാവായി എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം കൂട്ടത്തിൽ ആ ഒരു അതാണ് ഒഴുക്കിനൊത്തങ്ങ് പോകും. കൂട്ടത്തിൽ കുറച്ച് ക്രൈസ്തവ വോട്ടുകളും ഒഴുക്കിക്കൊണ്ടുവരും. അങ്ങനെ എങ്ങനെ നോക്കിയാലും മെച്ചം. വലിയ തലവേദനയൊന്നും ഉണ്ടാക്കാത്ത, വലിയ ഔട്ട്സ്പോക്കൺ അല്ലാത്ത ഒരു നേതാവ്. ആന്റോ ആന്റണിയുടെ ഒരു മെച്ചമായി ഹൈക്കമാൻഡ് കാണുന്നത് ഔട്ട്സ്പോക്കൺ അല്ലാത്ത ഒരു നേതാവ് എന്നുള്ളതാണ്. കാരണം കെ സുധാകരൻ എന്ത് പറയുമെന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കണ്ണൂരിൽ ഇതിനകം തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ചെറുതും വലുതുമായ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് കണ്ണൂരിൽ നിന്ന് കേട്ടത്. അപ്പോൾ എന്തായാലും കെ സുധാകരനെ മാറ്റുന്ന ഒരു തീരുമാനമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ സൈലന്റ് ആയിട്ടിരിക്കില്ല. പാർട്ടിക്കുള്ളിൽ ആന്റോ ആന്റണിക്കെതിരായ ഒരു ഗ്രൂപ്പിസം അത് വീണ്ടും സജീവമാകും. അത് ആത്യന്തികമായി കോൺഗ്രസിന് ഗുണമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അത് ഹൈക്കമാൻഡിന് മനസ്സിലാകും, കെ സി വേണുഗോപാൽ എന്തായാലും മനസ്സിലാകും. കാരണം കെ എസ് അങ്ങനെ സൈലന്റായി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ മാറ്റിക്കോളൂ എന്നൊക്കെ പറയെങ്കിലും അത്രയ്ക്ക് നിസ്സാരക്കാരനോ അല്ലെങ്കിൽ അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളോ ആണ് കെ സുധാകരൻ എന്ന് കെ സി വേണുഗോപാൽ കരുതുന്നില്ല. അതേസമയം കെ സുധാകരൻ ഇങ്ങനെ നിലനിർത്തി മുന്നോട്ട് പോയാൽ പാർട്ടിക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഒരു മെച്ചവുമില്ല. കെ സുധാകരൻ എന്തെങ്കിലും ഇനിയിപ്പോൾ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കണ്ണൂർ സീറ്റ് നിലനിർത്താൻ കഴിയും. കണ്ണൂരിലെ പാർട്ടിയുടെ ഒരു മുഖമായി നിൽക്കാൻ സാധിക്കും. അതിനപ്പുറം കേരളത്തിൽ UDF-നെയോ കോൺഗ്രസിനെയോ അധികാരത്തിലേക്ക് എത്തിക്കാൻ അത്രയ്ക്ക് സീറ്റ് പിടിക്കാനൊന്നും എന്തായാലും കെ സുധാകരന് കഴിയില്ല എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ആന്റോ ആന്റണി വന്നു കഴിഞ്ഞാൽ മലബാറിലെ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്താകും? മലബാറിൽ കോൺഗ്രസിന്റെ ഒരു മരണമണിയാകും ആന്റോ ആന്റണി വരുന്നത് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. കാരണം മുസ്ലിം ലീഗ് ആകും മലബാറിലെ UDF-ന്റെ അവസാന വാക്ക്. കോൺഗ്രസിന്റെ ഒരു പവർ അല്ലെങ്കിൽ ആ പവർ പൊളിറ്റിക്സിൽ കോൺഗ്രസിന് എത്രത്തോളം സ്റ്റാൻഡ് ഉണ്ട് എന്നത് മൊത്തത്തിൽ അങ്ങ് തീരും. കാരണം ആന്റോ ആന്റണിക്ക് മലബാറിൽ ഒരു സ്വാധീനവുമില്ല. മലബാറിലെ നേതാക്കൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ ഒന്നും ഒരു സ്വാധീനവുമില്ല എന്നുള്ളത് വ്യക്തമാണ്. മധ്യ കേരളത്തിന്റെ ഒരു നേതാവായി ആന്റോ ആന്റണിയെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. തെക്കൻ കേരളത്തിലേക്കും ആന്റോ ആന്റണി നമുക്ക് കോൺഗ്രസിന് ഒരു രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മലബാറിലേക്ക് വരുമ്പോൾ ആന്റോ ആന്റണി അവിടെ ഒരു ഫിഗറേ അല്ല എന്നതാണ്. മുസ്ലിം ലീഗിനും ആന്റോ ആന്റണി വരുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ആന്റോ ആന്റണി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ അപ്രമാദിത്വം ഉറപ്പിക്കാം എന്ന് കരുതി അവർ മനസ്സിൽ സന്തോഷിക്കുന്നുണ്ടാകും. ഇവിടെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ അധികാരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ശക്തനായ ഒരു നേതാവ് വേണം. അതിപ്പോൾ കോൺഗ്രസിൽ കറന്റ് സെനാരിയോയിൽ അത് രമേശ് ചെന്നിത്തല മാത്രമേ ഉള്ളൂ. ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന, പാർട്ടിയെ ഒന്ന് റീജുവനേറ്റ് ചെയ്യാൻ കഴിയുന്ന, അതിന്റെ തന്ത്രങ്ങൾ അറിയാവുന്ന, കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും പോലെ തന്ത്രങ്ങൾ അറിഞ്ഞ് മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും എല്ലാത്തിനെയും കൂടെ പിടിച്ചു നിർത്താൻ കഴിയുന്ന അങ്ങനെയുള്ള ഒരാളാണ് KPCCക്ക് അധ്യക്ഷനായി വരേണ്ടതുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല തിരിച്ചു വന്നാലും അദ്ദേഹത്തിന് വലിയ പോർട്ട്ഫോളിയോസിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വീണ്ടും ഇതിലേക്ക് വരുന്നത് ഒരുപക്ഷെ നമുക്കത് എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ ഒന്ന് റീജുവനേറ്റ് ചെയ്ത് പിണറായിക്ക് ഒത്ത ഒരു എതിരാളിയായി ഇപ്പോൾ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് എൻ്റെ കാഴ്ചപ്പാടിൽ രമേശ് ചെന്നിത്തലയാണ്. മുസ്ലിം ലീഗിനടക്കം അദ്ദേഹം സ്വീകാര്യനാണ്. സണ്ണി ജോസഫിനെ ഒരു പ്രോമിനന്റ് ഫിഗറായി കേരള രാഷ്ട്രീയത്തിൽ ഉടനീളം കോൺഗ്രസിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ക്രൈസ്തവ വോട്ടിന്റെ കാര്യത്തിലും ആന്റോ ആന്റണി തന്നെയാണ് ബെറ്റർ ചോയ്സ് വേഴ്സസ് സണ്ണി ജോസഫ് നോക്കുമ്പോൾ. അതേസമയം തന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയാൽ CPIM-ന് ഇപ്പോൾ ഏരിയ തലത്തിൽ വരെ സോഷ്യൽ മീഡിയ വളരെ എഫക്റ്റീവായിട്ട് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ടീം അടക്കമുണ്ട്. വളരെ എഫക്റ്റീവായിട്ടാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ CPIM-ന്റെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് പ്രവർത്തിക്കുന്നത്. അതിന് ഒരു ഏക സ്വഭാവമുണ്ട്. അതേസമയം കോൺഗ്രസ് ചിതറിത്തെറിച്ച് കിടക്കുകയാണ്. അനിൽ ആന്റണി പോകുന്നു, അതിനുശേഷം ഡോക്ടർ സരിനെ കൊണ്ടുവരുന്നു, ഡോക്ടർ സരിനും പോകുന്നു, ഒന്ന് BJP-യിലേക്കും ഒന്ന് CPIM-ലേക്കും പോകുന്നു. അതിനുശേഷം ഈ AICCയുടെ അഹമ്മദാബാദ് ന്യായ് പ്രമേയം വരുന്നു. ആ പ്രമേയത്തിനകത്തെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ പറഞ്ഞത് രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ആശയങ്ങൾ നിങ്ങൾ റീൽസായിട്ടൊക്കെ പ്രചരിപ്പിക്കണമെന്നാണ്. ഇവിടെ ഒരു നാഥനുമില്ല, ഒരു പ്രചാരണവുമില്ല, ഒന്നും നടക്കുന്നില്ല. അതേസമയം മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ നടക്കുന്നുണ്ട്. അതും ഹൈക്കമാൻഡ് കാണുന്നുണ്ട്. ഇവിടുത്തെ KPCCക്ക് ഇത് എന്ത് പറ്റി, KPCCക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല, കെ സുധാകരനല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ സാമൂഹ്യ മാധ്യമ വിഭാഗത്തെ പോലും ചലിപ്പിക്കാൻ ഈ ന്യായബദ്ധ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ കെ സുധാകരനും ടീമിനും കഴിയുന്നില്ല എന്നതാണ്. സജീവമല്ല എന്ന റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹൈക്കമാൻഡ് പറഞ്ഞാൽ നിൽക്കും, പോകാൻ പറഞ്ഞാൽ പോകും
പോകാൻ പറയാനാണ് സാധ്യത. നിൽക്കാൻ സുധാകരൻ പരമാവധി ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ KPCCയുടെ മാർഗ്ഗനിർദ്ദേശമാണ്. KPCCയുടെ മാർഗ്ഗനിർദ്ദേശം എന്താണ്? ദൃശ്യമാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നേതാക്കൾ തിക്കും തിരക്കും ഉണ്ടാക്കരുത്. ഒരു ആൾക്കൂട്ട പാർട്ടിയാണ് കോൺഗ്രസ്. അത് കേരളത്തിന് മൊത്തം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആ പാർട്ടി തന്നെ ഒരു സർക്കുലർ ഇറക്കുകയാണ്. ദൃശ്യമാധ്യമങ്ങളോട് ഒരു നേതാവ് സംസാരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ഇങ്ങനെ തലപൊക്കി കാണിച്ച് അങ്ങനെ ഒരു രീതിയൊന്നും വേണ്ട എന്നുള്ളത് സർക്കുലർ പറയുകയാണ്. അതുപോലെ വേദിയിൽ എല്ലാവരും കൂടെ കസേരയ്ക്ക് അടികൂടുന്ന പാർട്ടിയാണ് ഞങ്ങൾ. അതും കോൺഗ്രസ് തന്നെ ഒരു സർക്കുലറായിട്ട് പറയുകയാണ്. കസേരകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. പിന്നെ നേതാക്കളുടെ പേര് കസേരയിൽ ഒട്ടിക്കും. അപ്പോൾ വലിയ കസേരയ്ക്ക് വേണ്ടിയിട്ട് നേതാക്കൾ അടിക്കരുത്. അതും കോൺഗ്രസ് എന്ന പാർട്ടിയെക്കുറിച്ച് അവർ തന്നെ സ്വയം വെളിപ്പെടുത്തുകയാണ്. കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനത്തിനുണ്ടായ ഉന്തും തള്ളുമൊക്കെ നമ്മൾ കണ്ടതുമാണ്. പാർട്ടിയിലെ അച്ചടക്കമില്ലായ്മ പരിഹരിക്കാൻ സർക്കുലർ ഇറക്കുന്ന ഒരു പാർട്ടി ഇനിയിപ്പോൾ പാർട്ടി അധ്യക്ഷനെ മാറ്റാൻ അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിക്കുന്ന, അദ്ദേഹത്തോട് സ്വയം ഒന്ന് നിങ്ങളൊന്ന് മാറുമോ പ്ലീസ് എന്ന് പറയുന്ന ഒരു പാർട്ടി. ഈ പാർട്ടിയാണ് LDFനെ തോൽപ്പിച്ച് അധികാരം പിടിക്കാൻ 2026 ശ്രമിക്കുന്നത് എന്നുള്ളത് വലിയ കോമഡിയായിട്ടാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. ഒരു അഴിച്ചുപണി അനിവാര്യമാണ്. പക്ഷേ എത്ര അഴിച്ചുപണിതാലും മറികടന്ന ഒരു വിജയത്തിലേക്ക് എത്താൻ, ഭരണത്തിലേക്ക് എത്താനൊക്കെ ഈ പാർട്ടിക്കും ഈ മുന്നണിക്കുമൊക്കെ സാധിക്കുമോ എന്നുള്ളത് ചിന്ത്യമാണ്. ശേഷം ചിന്ത്യം. Meet the editors.